വയസ്സുകാലത്ത് അതിനൊരു സമാധാനം കൊടുക്കണ്ട. അളിയൻ മരിച്ചിട്ടും രണ്ടിനും ഒരു വിഷമം അറിയാണ്ടായിരുന്നു നോക്കിയത്. അതിനോട് ഇങ്ങനെ തന്നെ ചെയ്യണം. തങ്കാവ്, നീ ഒന്ന് ഇങ്ങോട്ട് നീങ്ങിയിരുന്ന് ഞാൻ അവൻ്റെ മുഖം ഒന്ന് കാണട്ടെ. ഇതാ അങ്ങോട്ട് നോക്കണം ഒന്ന്. കുടുംബമാകുമ്പോഴേ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, ചില വക്കാണം ഉണ്ടാവും. അതൊക്കെ പറഞ്ഞു തീർക്കണം. അല്ലാണ്ട് വാളെടുത്തിട്ട് ചന്തയിലെ പിള്ളേരെ പോലെ വെട്ടാനിറങ്ങല്ലേ വേണ്ടത്. ഈ കുടുംബം എന്ന് പറഞ്ഞാൽ നാട്ടിലൊക്കെ എല്ലാവർക്കും ഒരു മാതൃകയായിരുന്നു അളിയുള്ള കാലത്ത്. ഇന്ന് അടുത്തുള്ളവർ വരെ പരാതി പറയാൻ തുടങ്ങി. എന്തുകൊണ്ടാ? അത് കുറെ അസൂയക്കാരായിട്ട് അയൽക്കാരുണ്ട്. ആടാ, അസൂയ അവർക്കൊക്കെ നിന്റെ ജീവിതം കണ്ടിട്ട്. നീ മഹാനാണല്ലോ, വെറുതെ എന്നെ കൊണ്ട് അവരൊന്ന് പറയിപ്പിക്കാൻ നിൽക്കണ്ട. നീ അമ്മാവനെ എല്ലാത്തിനും ക്ലീറ്റോനെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? ക്ലീറ്റോന് മാത്രല്ലടി, നിന്നെയും ചേർത്താ പറയണേ. രണ്ടുപേരും കണക്കാ. അല്ലെങ്കിലും കാശില്ലാത്തവന്റെ കൂടെ ആരും നിൽക്കൂലല്ലോ, കാശുള്ളവനെ വിലയുള്ളൂ. ഓ അത് തന്നെ തങ്കം, പണമില്ലെങ്കിൽ പവറില്ല. പണമില്ലെങ്കിൽ പവറില്ല, ഇത് നിനക്കറിയാലേ. എന്നിട്ടാണോടാ നീ വീട്ടിലിരുന്ന് വെറുതെ ഞൊണ്ണിട്ട് ഇങ്ങനെ ചൊറിയും കുത്തിയിരിക്കണേ? വല്ല പണിക്കും പോയി കാശുണ്ടായിക്കൂടെ? അമ്മാവനൊരു ഉപകാരം ചെയ്യാൻ പറ്റുമോ? എന്താണാവോ? ഒന്നില്ലെങ്കിൽ ഞങ്ങൾ അമ്മാവന്റെ വീട്ടിലോട്ട് കൊണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുഞ്ഞു വാടക വീട് എടുത്തതാ. ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇത് നീ ഇവനെ കെട്ടിയിട്ട് ഇവിടെ വന്ന അന്ന് മുതൽ പറയാൻ തുടങ്ങിയതല്ലേ? ഇതൊക്കെ എത്രയായിട്ട് ഞാൻ കേൾക്കണേ. തങ്കം, നമ്മളിനി ആരെയും കാലൊന്നും പിടിക്കണ്ട, നമുക്ക് എന്റെ പാലയിലേക്ക് പോവാം. ഓ അങ്ങോട്ട് ചെല്ല്. താലം പിടിച്ചിങ്ങനെ ഇരിക്കണ്ടാവും. മുട്ടുകാല് തല്ലു പിടിക്കില്ലടാ അവിടെ ഉള്ളവര്. അത്രയ്ക്ക് നീ കുടുംബത്തിന് മഹത്വം ചെയ്ത് വെച്ചിട്ടില്ലേ പോന്നേക്കണേ. എല്ലാവരും ഉണ്ടല്ലോ, ഞാൻ ഇറങ്ങണ? വേണ്ട വേണ്ട, ഇവിടെ സീരിയസ് ആയിട്ടൊരു കുടുംബകാര്യം സംസാരിക്കാൻ. അമ്മാവന്റെ കയ്യിൽ നിന്നില്ലേ വിളിക്കണേ? ഓ എന്റെ കൊക്കിൽ ഒതുങ്ങിയില്ലെങ്കിൽ അവൻ വരാന്ന്. കഷ്ടം. ഇരിക്കടാ. എന്താ കനക, നീ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ? നിനക്ക് വിദ്യാഭ്യാസമല്ലേ? നീ ഇവൻ കാണിക്കണ ഈ തോന്നിയാസിനനുസരിച്ചിട്ട് വാളെടുത്ത് ഇറങ്ങി പുറപ്പെട്ട? അമ്മാവ, സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിലും ഞാനൊരു മനുഷ്യനല്ലേ? ഇല്ലേ? ഏറെ കുത്തിയാ ചേരയും കടിക്കും. ക്ഷമയ്ക്കൊരു അതിരില്ലേ? എടാ, വയസ്സായ ഒരു അമ്മല്ലേ ഇവിടെ. നിങ്ങളിങ്ങനെ ഐക്യത്തോടെ കഴിയണ കാണണമെന്നല്ലേ അവരുടെ ആഗ്രഹം. നിങ്ങളിങ്ങനെ തല്ലുകൂടി കഴിഞ്ഞാൽ എങ്ങനെ സമാധാനത്തോടെ അതിവിടെ കഴിയുക? അതിന് ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ, എല്ലാവരും വിചാരിക്കണ്ടേ? ഈ കുടുംബത്തൊരു പ്രശ്നം ഉണ്ടായാൽ അത് ആരേനെ ആദ്യം ബാധിക്കുക? തന്നെയല്ലേ? അടുത്ത വീട്ടുകാരൻ വരെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്തില്ലേ? ഇപ്പോൾ ഇതൊന്നും ഞാൻ വേണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതല്ലല്ലോ. ഒരുപാട് പറഞ്ഞു കഴിയുമ്പോൾ എന്തായാലും തിരിച്ചു പറയില്ലേ? അങ്ങനെ പറഞ്ഞു പോയതാണെന്നല്ലേ? എടാ, അതിനെങ്ങനെ കാരണം ഉണ്ടായി? അവളൊരു നല്ല കാര്യത്തിനൊന്ന് ഒപ്പിട്ട് തരാൻ പറഞ്ഞപ്പോൾ നിനക്ക് അങ്ങോട്ട് ഒപ്പിട്ട് കൊടുത്തായിരുന്നില്ലേ? മുഖത്തടിച്ച പോലെ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഈ പ്രശ്നം ഉണ്ടായത്? എന്തൊരു അമ്മാവൻ എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? ഞാൻ എങ്ങനെയാണ് ഒപ്പിട്ട് കൊടുക്കണത്? ഇനി ഞാൻ ഒപ്പിട്ട് കൊടുത്തു എന്നിരിക്കട്ടെ, ഇവരെങ്ങനെ ഈ പൈസ തിരിച്ചടയ്ക്കും? ഇവർക്ക് തിരിച്ചടയ്ക്കാൻ എന്താണ് ഒരു മാർഗം? ഇവർ പൈസ തിരിച്ചടച്ചിട്ടില്ലെങ്കിലേ എൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും. പിന്നെ ഇവിടെ എന്തെടുത്തത് തിന്നും ഞങ്ങൾ? അല്ലടാ, ഞാൻ പറഞ്ഞു. അമ്മാവാ, ഇനി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആരും ഒന്നും ഇവിടെ പറയണ്ട. എനിക്ക് അവന്റെ ഒപ്പ് വേണ്ട. എന്നെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ലേ എന്റെ ആകളൊക്കെ. എന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ട് എൻ്റെ മുമ്പിൽ വന്നിട്ട് ഇതുപോലെ കരയരുതെന്ന്. തങ്കം, എന്റെ കുഴപ്പം അവൻ പറയണേലും കാര്യമില്ലേ? എന്ത് വിശ്വസിച്ചിട്ട് കാശ് എടുത്തു തരും? ഇവൻ എങ്ങനെ അടയ്ക്കും? ഇവൻ എന്തൊക്കെ കച്ചവടത്തിനും ബിസിനസിനും വേണ്ടി കാശിറക്കി ഏതെങ്കിലും ഒന്ന് നേരവണ്ണം ചെയ്തിട്ടുണ്ടവൻ? അമ്മാവ, അതൊന്നും മനഃപൂർവ്വം ഞാനായിട്ട് നശിപ്പിച്ചല്ലേ, എന്റെ സമയം ദോഷം ആയതുകൊണ്ടാ. നീ കാരണം ഇപ്പൊ എന്റെ സമയമാണ് ദോഷമായിക്കൊണ്ടിരിക്കുന്നത്. അതെ, നീ അവനെ വിശ്വസിക്കണ്ട. ഇത് നിന്റെ പെങ്ങളല്ലേ, ഇവളെ വിശ്വസിച്ച് നീ ഇവൾക്ക് ഒപ്പിട്ട് കൊടുക്കടാ. അത് ശരിയാവില്ല അമ്മാവാ. അതെന്താ ശരിയാവാത്ത? എന്റെ അമ്മാവ, ഞാൻ ഇവൾക്ക് ഒപ്പിട്ട് കൊടുത്തു എന്നിരിക്കട്ടെ, ഇത് അടക്കേണ്ടത് ആരാണ്? അവനല്ലേ? അവൻ എവിടുന്ന് എടുത്ത് എങ്ങനെ അടയ്ക്കും? ഈ വേലയും കൂലിക്കും പോവാത്ത ഒരുത്തൻ എങ്ങനെയാണ് ഈ പൈസ അടയ്ക്കണത്? അതെ, ഇവരിപ്പോ ഇത് അടയ്ക്കുമല്ലേ എന്നുള്ളത് നിന്റെ പേടി. ഇവരെ നീ വിശ്വസിക്കണ്ട. എന്നെ വിശ്വാസമാണോ? എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഏറ്റു. നീ ഒപ്പിട്ട് കൊടുക്കുവോ? അവൾക്കൊരു നല്ല കാലം ഉണ്ടാവാൻ വേണ്ടിട്ടല്ലേ? ശരി, ഞാൻ ഒപ്പിട്ട് കൊടുക്കാം. ഓക്കെ ആണല്ലോ? ഒന്നുകൊണ്ടും പേടിക്കണ്ട. എന്തെങ്കിലും വീഴ്ച വരുത്തിയാ എന്റെ ലണ്ടറ മുതൽ ഞാൻ തരാം. വേണ്ടാന്നേ, ഞാൻ കാരണം ഇനി ഒരു പ്രശ്നം ഉണ്ടാവണ്ട. ഞാൻ കാരണം കുടുംബത്തിന്റെ സമാധാനം തകരണ്ട. എനിക്ക് കുടുംബം നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് പോകണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. ഒപ്പിട്ട് കൊടുക്കും. ഒപ്പിട്ട് കൊടുത്തേക്കാം. ചേച്ചിയെ പോരെ, ഒന്ന് വാ തുറന്ന് പറയേ. സന്തോഷമായി. ഇനി ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല.
ഇനി വല്ല വഴക്കും വെക്കാനുണ്ടായി എന്ന് പറഞ്ഞ് എന്നെ വിളിക്കരുത്, ഞാൻ അങ്ങോട്ട് വരില്ല. ഇനി ഒരു വഴക്കും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പ് തരണം. ഉറപ്പ് തരാൻ പറ്റുമോ? എന്താ ഒന്നും മിണ്ടാത്ത? ഇനി ഇതിന്റെ പേരിൽ ഇനി ഒരു വഴക്കുണ്ടാവില്ലല്ലോ. ഇനി എന്താ വഴക്ക്? ഇതിന്റെ പേരിലെന്നല്ല, ഇനി ഒരു വഴക്കും ഉണ്ടാവരുത് ഇവിടെ. ആ വഴക്കുണ്ടാവരുതെന്ന് ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, അത് അവരും കൂടെ വിചാരിക്കണം. ഞാനായിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഇതിപ്പോ ഇന്നെന്തെങ്കിലും പറയാൻ തുടങ്ങിയതല്ലേ, എപ്പോഴും പറയണതല്ലേ. പക്ഷെ ഇന്ന് എനിക്ക് ഉറപ്പായിട്ടും ഉറപ്പ് കിട്ടണം. ചേച്ചിയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യും. അയ്യോ വേണ്ട വേണ്ട വേണ്ട, എന്റെ തലയിൽ തൊട്ടൊന്നും സത്യം ചെയ്യണ്ട. എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്തത് എന്റെ തല പൊങ്ങാതായി. അതിനൊന്നും ഒരു വിലയില്ലാതായി പോയില്ലയോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഈ കുടുംബത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കൊച്ചാണല്ലോ തക്കിളി മോള്, അവിടെ തലയിൽ തൊട്ട് സത്യം ചെയ്യും. അത് ശരിയാവൂല. അതൊന്നും വേണ്ട. കളിയൊന്നും വേണ്ട. അതെ, അപ്പൊ ഇതൊരു നടക്കൊന്നും നടക്കുന്നു തോന്നില്ല. അമ്മാവ അല്ല അമ്മാവ തങ്കം, എന്തായാലും നമ്മളെ കുടുംബത്തിലൊരു നല്ല കാര്യം നടക്കാൻ വേണ്ടിയല്ലേ ഞാൻ മോളത്തോട്ട് സത്യം ചെയ്യാം. മോളാണ് സത്യം. ഞാനായിട്ട് ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കൂല. ഇത് സത്യം സത്യം. എന്താ നിന്നോട് വേറെ പറയണം? ഞാനായിട്ട് ഈ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കില്ല. സത്യം. ഒന്ന് ഉഷാറില്ല പറ. സത്യം. പോരെ, എന്നാ ഞാൻ ഇനി ഇറങ്ങട്ടെ. അയ്യോ ഇന്ന് തന്നെ പോണോടാ. എന്തായാലും നേരെ ഇത്ര ആയില്ല, ഇനിയിപ്പോ നാളെ പോയാ പോരെ? അതെ. ആ വടി ചായ ഇടാം ഞങ്ങള്. ആ കനക, ചേച്ചി പറയണില്ലേ നാളെ പോയാ മതി. നാളെ പോയാ മതി. അതിനെന്തിനൊപ്പം ഓടിപ്പോണേ? പടി. അല്ല, ഇന്ന് രാത്രി ഞാൻ ഇപ്പൊ ഇവിടെ നിക്കണോണ്ട് പ്രത്യേകിച്ച് വല്ല ഗുണമുണ്ടോ? എന്ത് ഗുണം? അയ്യോ അത് നടക്കില്ല അമ്മാവ. അമ്മാവ വെക്കും. അതെ, അമ്മാവ കാര്യമൊക്കെ ഞാൻ ഉണ്ടാക്കാം. കാര്യം ഒന്നിനും കൊള്ളാത്തവനാണെങ്കിലും ഇത്തരം ചില കാര്യങ്ങൾക്ക് ഇപ്പം പെടുക്കനാ. ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു വക്കാണം ഇവിടെ ഉള്ളത് നല്ലതാന്നൊരു തോന്നല്. വഴക്ക് തീർക്കണ കാര്യം എനിക്ക് മനസ്സിലായി. വാ വാ. അഴകേശാ, അഴകേശാ. എന്താ ചേച്ചി? ഇങ്ങോട്ട് വാ. എന്തേ? ഇങ്ങോട്ട് വാ. ഇതെന്തുവാടാ ഇരിക്കുന്നത്? കൂടോത്രം കണ്ടല്ലേടാ, എനിക്ക് പേടിയാവുന്നു. ചേച്ചി ഇതെന്തോ മാട്ടുമാരണം നടത്തി തന്നെയാണല്ലോ. ആരപ്പത് ഇവിടെ ചെയ്ത്? ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കണ്ട കൂടോത്രം ചെയ്തതാ. ഇതിപ്പോ ആരപ്പത് ചെയ്ത്? എനിക്കറിഞ്ഞൂടാ. ഞാൻ തൂത്തുവാരി കളഞ്ഞിട്ട് കയറി വന്ന് നോക്കിയപ്പോ അതവിടെ ഇരിക്കുന്നു. തൊട്ടൊന്നുമില്ലല്ലോ. തൊട്ടില്ല. അമ്മാവ അതെടുത്ത് കള പെട്ടെന്ന്. അതങ്ങനെ എടുത്തു കളയാൻ പറ്റില്ല. ഇതൊക്കെ പല രൂപങ്ങൾ ആവാഹിച്ചൊക്കെ കൊടന്നു വെച്ചിട്ടുള്ള സാധനമാണത്. അത് കൈകൊണ്ടൊക്കെ ചെന്ന് പിടിച്ചാൽ ചിലപ്പോ ചോര ഛർദിച്ച് മരിക്കും മനുഷ്യൻ. ഇത് കുട്ടിച്ചാത്തനാണോ? ഏതോ പള്ളിയിലച്ഛൻ ചെയ്തോ? അച്ഛനടി അങ്ങനെ ചെയ്യാൻ ഇവിടെ പള്ളിയിലച്ഛൻ ജീവിക്കാരാ? ഇവിടെ വേറെ ആരുള്ളതാ? ക്ലീറ്റോടെ പണിയായിരിക്കും. ക്ലീറ്റസേ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒപ്പിടൂല ഒപ്പിടൂല എന്ന് പറഞ്ഞു നിന്ന ആളല്ലേ, ഒറ്റ നിമിഷത്തിലാ ഒപ്പിട്ട് കളഞ്ഞേട്ടൻ. ഇതിപ്പോ ഞാൻ ഇന്നലെ ഉറപ്പ് കൊടുത്തോണ്ട് ഒപ്പിട്ടതല്ലേ? അതുകൊണ്ടൊന്നും അല്ല, ഈ സാധനം ഒപ്പിടിച്ചത്. എന്നാലും അവരങ്ങനെ ചെയ്യാൻ തോന്നിയല്ലേ? ചെയ്യും ചേച്ചേ. അല്ലെങ്കിൽ അവൻ ഇന്നലെ പെട്ടെന്ന് ഒരു ചിന്തയും കൊടുക്കാണ്ട് മോളുടെ തലയിൽ കൈവച്ചില്ലേ? ഇവൻ ഇമ്മാതിരി ചില പണി പറ്റിക്കാൻ ചെയ്തതാ. എന്റെ പൊന്നമ്മാവ, ഇനി എന്റെ ഏട്ടൻ എന്തൊക്കെ പറ്റുമെന്നോ.
കനകം പറഞ്ഞു ശരിട്ടോ, അവനെ കണ്ണിച്ചോറില്ലാത്ത കനക, അവനോട് സൂക്ഷിക്കാൻ പറയണം. അമ്മാവ ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി വേഗം ചെയ്യ അമ്മാവ. നമുക്ക് കരിയൻ ചാമിയില്ലേ നമ്മുടെ തറവാടിന്റെ അവിടുത്തെ, അയാളിപ്പോഴും വയസ്സായിട്ടുണ്ട്. പക്ഷെ വിളിച്ചോണ്ടാ, ഇതിന് പൂജയൊക്കെ നടത്തിയിട്ട് ആവാഹിച്ച് വേണം കൊണ്ട കളയാൻ. വല്ല ഒഴുക്കുള്ള വെള്ളത്തിലും മുക്കി കളയുന്ന കണ്ടിട്ടുണ്ട് ഞാൻ. ക്ലീറ്റസിന് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. അവൻ മനുഷ്യന്റെ ജീവനിലെ തൊട്ടിട്ടപ്പ കളിക്കുന്നത്. ഈ പാവം കറണ്ടിലൊക്കെ കയറി കളിക്കണതാ. ഇതിന്റെ മൂർത്തികൾ ആവാഹിച്ചു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും പറ്റിയ ആ ക്ലീറ്റസിനെ കൂടെ വിളിച്ചാ. അമ്മാവ എനിക്ക് പേടിയാ. നീ പേടിക്കല്ലേ, ഞാൻ ഇവിടെ. എന്തമ്മാ നോക്കടാ നോക്കടാ. എന്താ ഇത്? എന്താ ഇത്? നോക്കങ്ങോട്ട് നല്ലതുപോലെ എന്താണെന്ന്. എന്തമ്മാ നിനക്ക് ഇന്നത്തെ തലമുറയ്ക്ക് ഇത് കണ്ടറിയില്ല. ഇതാണ് മന്ത്രവാദം. നിനക്കെതിരെ ആരോ മാട്ടുമാരനും ചെയ്തു വെച്ചിരിക്കുക, കണ്ടോ? മന്ത്രവാദോ? ആ എടാ, നിന്റെ നാശം കാണാൻ വിധിക്കുന്ന ആരോ ചെയ്തതാണിത്. ചുമ്മാ ചുമ്മാ തമാശ. പ്രായത്തിന് മൂത്തോര് പറയുന്നത് കേക്ക്. അനുഭവമാണ് ഗുരു. ഞങ്ങൾ ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാ. ഇത് പാരുടെ നാശത്തിന് വേണ്ടിയാണ് ചെയ്തതെങ്കിൽ അവര് ചെന്ന് തൊട്ടാൽ ഒന്നില്ലെങ്കിൽ ചോര ഛർദ്ദിച്ചു മരിക്കും, അല്ലെങ്കിൽ ബുദ്ധി നശിക്കും, അല്ലെങ്കിൽ അപകടം വന്ന് ചാവും. നിന്റെ നാശം ആഗ്രഹിക്കുന്ന ആരോ ചെയ്താണിത്. എന്താ പിന്നെ അമ്മാവനെ അത് എടുത്തിട്ട് അങ്ങ് ഇട്ടാ പോരെ? ഞാൻ ചത്തോട്ടേന്നോ? ചുമ്മാ കളിക്കരുത്. ക്ലീറ്റോടെ മണിയാ. ക്ലീറ്റൊക്കെ എങ്ങനെ ചെയ്യൂ? എടാ അവനെന്നെടാ, അവനല്ലേ നീയായിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അതിന്റെ രൂപം കണ്ടറിയാ. അതിന്റെ നാശത്തിന് വേണ്ടി അവൻ ചെയ്തത്. അത് തന്നെ ഏട്ടാ, ഏട്ടന്റെ മനസ്സ് മാറ്റിയില്ലേ, ഒപ്പിടാനും സമ്മതിച്ചില്ലേ. ഈ കുന്ത്രോണ്ടോ അതിന്റെ കാരണം. ഞാൻ ഒരു കല്ലെടുത്തിട്ട് എടാ, അത് അങ്ങനെ എടുത്ത് കളയാൻ പറ്റില്ല. അതിന്റെ ശക്തി ഉണ്ട് ഇപ്പോ. അപ്പൊ ഇത് എടുത്തു കളയാൻ എന്താ മാർഗം? ഇതിപ്പോ എടുത്തു കളയണമെങ്കിൽ ഇതാരാണ് വെച്ചെന്ന് അറിയണം, ഏത് മന്ത്രവാദി കൊണ്ടാ വെപ്പിച്ചെന്ന് അറിയണം. അപ്പൊ അയാൾക്കറിയാം ഇത് എടുത്തു മാറ്റാനുള്ള പ്രതിവിധി. അമ്മാവ ആ ദുഷ്ടനെ ഇങ്ങോട്ട് വിളിക്കേ. ഇത് ക്ലീറ്റസ് തന്നെ. തങ്കം ഇങ്ങോട്ട് ഇറങ്ങി വേണ്ട. അത് ശരി, ഒരു കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി ഓരോന്ന് ചെയ്യാന്നല്ലാണ്ട്. എന്താമ്മേ? ഇവന്റെ എല്ലാ തണ്ടിത്തരത്തിനും കൂട്ടുന്നവനാ ഞാൻ. പക്ഷെ ഇമ്മാതിരി തണ്ടിത്തരം ചെയ്യാൻ പാടും. ഇവിടെ വന്ന് നോക്കടി, നിന്റെ കെട്ടിയവൻ എന്താ കാണിച്ചു വെച്ചേക്കണെന്ന്. നിന്റെ കെട്ടിയ കൂടോത്രം ചെയ്ത് വെച്ചേക്കണ. എന്റെ ക്ലീറ്റോയ്ക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. എന്റെ വെക്കേണ്ടത് നിന്റെ കൂടോത്രം ചെയ്യണേ. ഞങ്ങളെ തമ്മിലടിപ്പിക്കാൻ. തമ്മിലടിക്കാത്തൊരു ഫാമിലി. എന്റെ ഏട്ടനെ തകർക്കാൻ വേണ്ടിട്ട് അയാൾ കൊണ്ട് വെച്ചതായിരുന്നു. പിന്നെ നിന്റെ ഏട്ടനെ തകർക്കേണ്ട ആവശ്യം ഞങ്ങളുടെ ക്ലീറ്റോയ്ക്ക് ഇല്ല. പിന്നെ ആരാടി ചെയ്തത്? നിങ്ങൾ ആരെങ്കിലും കണ്ടോ ക്ലീറ്റോ ഇത് കൊണ്ടുവന്ന് വെക്കണ്ടത്? എന്തിനാ കാണുന്നത്? അതിന്റെ രൂപം എന്താണെന്ന് നോക്കണി. രൂപം അങ്ങനെയാണെങ്കിൽ എന്താ? എന്തുവാണ് എവിടെ പറയുന്നത്? അത് ക്ലീറ്റോ തന്നെ ചെയ്താണെന്ന് എനിക്ക്. എന്തിനാടി അതിന് സംശയിക്കണത്? ഇത് പാരുടെ വീടിന്റെ പിന്നിലാ, കനകന്റെ വീടിന്റെ ബാക്കിലല്ലേ. നിന്റെ വീടിന്റെ ബാക്കിലാണ് ഈ രൂപം ഇരിക്കണമെങ്കിൽ അത് കനകം വെച്ചാന്ന് കരുതാം. ഇവിടെ ഇരിക്കണമെങ്കിൽ ഇവനല്ലാണ്ട് പിന്നെ ആരെ വെക്കുക? എന്റെ ക്ലീറ്റോ അല്ല, എന്റെ ക്ലീറ്റോ അല്ല, എന്റെ ക്ലീറ്റോ അല്ല. നിന്റെ ക്ലീറ്റോ തന്നെ, നിന്റെ ക്ലീറ്റോ തന്നെ. അയ്യോ മക്കളെ, നീ അത് കൈ കൊണ്ടെടുത്താ താഴെ മക്കളെ, അത് കളയി. ഇതോ കൂടാത്രോ? കൂടാത്രോ മൊത്തമൊന്നും അല്ല. ക്ലാസ് ടീച്ചർ എക്സിബിഷന് വേണ്ടി എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ട് വരാൻ പറഞ്ഞപ്പോ ഇത് ഉണ്ടാക്കിയതാ. പെയിന്റ് ഉണങ്ങാൻ വേണ്ടി ഇവിടെ വച്ചേ. എന്താ
Alien versus Alien.